ബാലിയിലെത്തി. ഇതവരുടെ ഒരു ആചാരമാണ്. ഇങ്ങനെ ഷോളൊക്കെ കെട്ടി തന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. പിന്നെ പ്രസാദമൊക്കെ തരും. അത് കഴിഞ്ഞിട്ടാണ് അവർ അകത്ത് കയറ്റുക. ഐ മീൻ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വെൽക്കമിങ് പീപ്പിൾ. ഇവിടെ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്, ഫ്രണ്ട്ലി ആണ്, നല്ല നല്ല ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ അനുസരിച്ചിട്ട് കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ബാലിയിലേക്ക് എന്താ പറയുക എൻട്രി ചെയ്യാൻ പോവാണ്. ഇവിടെയാണ് ഫസ്റ്റ് വന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉബുദ്. സോ ഉബുദ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ നമ്മളുടെ നാട്ടിലെ മാതിരി തന്നെ അതേ തെങ്ങും വയലും ഒക്കെ ആയിട്ടൊരു ഗ്രീൻ, ഫുൾ ഗ്രീൻ, ലൈക്ക് കേരള മാതിരി തന്നെ. അതിഥി ദേവോ ഭവ ഒക്കെ ഇന്ത്യയിൽ മാത്രമല്ല ഇവിടെ അങ്ങനെ തന്നെയാണ് തോന്നണു. ഞങ്ങൾ എത്തിയ അന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി പച്ചപ്പും ഒക്കെ നല്ല രസമായിരുന്നു ബാലി കാണാൻ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ സെറ്റ് ചെയ്ത് തരാം, കേൾ ചെയ്ത് തരാമെന്നൊക്കെ. എവിടെ ആള് സൺസെറ്റ് കാണാൻ ഓടുമായിരുന്നു. Made your hair curls, so it's all like bumped up and scrunched it and jumped it and it was flying away. You know that? അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തെത്തി. ഇത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അത്ര അടിപൊളി സ്ഥലമായിരുന്നു. എനിക്ക് ബാലിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായത്. ഇതൊരു കഫേയാണ്. നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം ഞാൻ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടില്ല. അത്ര അടിപൊളിയായിരുന്നു. ബീച്ചിൻ്റെ സൈഡ്, സൺസെറ്റ്. ആൻഡ് ഞങ്ങൾ ഇവിടെ അറിഞ്ഞിട്ട് വന്നതല്ല, അറിയാണ്ട്. ഇത് കുറച്ച് ഉള്ളോട്ടാണ്, അപ്പോൾ നമുക്ക് കാണില്ല. പക്ഷെ എങ്ങനെയോ കണ്ണിൽ പെട്ടു. ഞങ്ങൾ വെറുതെ ഒന്ന് ഉള്ളിൽ കയറി നോക്കിയതാണ്. നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുക, ഒരു ലോകമായിരുന്നു. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടുത്തെ ഒരു സമാധാനം എല്ലാം അടിപൊളിയായിരുന്നു. ഈ ബാലിയിൽ നല്ല ഫേമസ് ആണ് നമ്മളുടെ ഹനുമാനും സുഗ്രീവനും ഒക്കെ. എനിക്ക് തോന്നുന്നു സുഗ്രീവൻ്റെ സ്ഥലമായിരുന്നു ബാലി. അങ്ങനെ ഈ ഇന്ത്യയും ബാലിയും ഹിസ്റ്റോറിക്കലി
ഭയങ്കര കണക്റ്റഡാണ്. സോ യാ. ബാലിയിലെ ഫുഡും ആൾക്കാരും ഒക്കെ അടിപൊളിയാണ്, നല്ല വെൽക്കമിങ് ആണ്, ഫ്രണ്ട്ലി ആണ്, ഒക്കെയാണ്. പക്ഷെ ഞങ്ങളൊരു സ്ഥലത്ത് പോണ വഴിക്ക് കുറച്ചൊരു ഡെസേർട്ടഡ് പോലത്തെ സ്ഥലമായിരുന്നു, ഐ മീൻ വഴിയായിരുന്നു. അപ്പോൾ അതിൽ കൂടെ 2 ആൾക്കാർ ബൈക്കിൽ പിന്നാലെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കി. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിരിക്കായിരുന്നു. അപ്പോൾ അവർക്ക് എളുപ്പമാണല്ലോ എടുത്തിട്ട് പോകാൻ. പക്ഷെ ഞാൻ ശക്തിയായിട്ട് തിരിച്ച് വലിച്ചിട്ട് ഒച്ച വെച്ചു. അപ്പോഴേക്കും അവർ പേടിച്ചു തോന്നി, അവർ ഓടിപ്പോയി. എന്നുവെച്ചാൽ പെട്ടെന്ന് പോയി. This is called Buyam and mine is Ayam. So, sorry. Yum. Where's the spoon? ചില സ്ഥലത്തൊക്കെ ഇല്ലേ ബാലിയിൽ നല്ല നല്ല പീസ്ഫുള്ളാണ്. ലൈക്ക് നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിരിക്കാൻ തോന്നും. കഫേ ആണെങ്കിലും ലൈക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ സ്ഥലമാണ്. ഇപ്പം നമ്മളുടെ കുറച്ചൊക്കെ നമ്മളുടെ നാട് മാതിരി തന്നെ, കേരളം മാതിരി തന്നെയാണ്. പിന്നെ അമ്പലം അതൊക്കെ കുറച്ചൊക്കെ നാടിനോട് സാമ്യമുണ്ട്. പിന്നെ ഇങ്ങനത്തെ പച്ചപ്പും ഹരിതാഭയും ഒക്കെ. ഇവിടെ ഒരാൾ ബാലിയുടെ ദേശീയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. നമ്മൾ ഒരു 15 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ശരിക്കും അവിടുത്തെ ആൾക്കാരായി മാറി.
ബാലിയിൽ തന്നെ അഹമ്മദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് നോർത്ത് ബാലിയാണ്. ഇങ്ങോട്ട് അങ്ങനെ അധികം എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാരും വന്നിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇത് നല്ല എന്താ പറയുക, നല്ല സ്ഥലമായത് എന്ന് വെച്ചാൽ അധികം ആൾക്കാരൊന്നും ഇല്ല. അങ്ങനത്തെ എന്താ വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ എന്താ അഹമ്മദ് എന്ന് പറയുന്ന സ്ഥലം. Yeah, it's ready, right? Huh? Oh, yeah, it's ready. You can come this way. See, locked there.